ബാക്ക് ടു അവർ ചാനൽ മച്ചു ആൻഡ് വിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അതായത് നമ്മളെ നാടൻ കായും പച്ചക്കായും കോയും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റംസ്. നമ്മൾ ഈ ഐറ്റംസ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാഞ്ഞങ്ങാട് പോയിട്ട് നമ്മളെ അവിടെ ഇല്ല സാധാരണക്കാർക്ക് അത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുറച്ച് പേരെ കണ്ടെത്തിയിട്ട് ഒരു 10-12 ആൾക്ക് നമ്മൾ ഈ ഭക്ഷണം വിതരണം ചെയ്യാം. അതെ, അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട പച്ചക്കായ്, നാടൻ കായ്, പച്ചക്കായ് കൊത്താൻ പോയിട്ട് വരാൻ പറ്റും അല്ലേ? അപ്പോൾ ഓക്കെ, നാടൻ കായ് കൊത്താൻ. അപ്പൊ നമ്മ കൊല കൊത്താൻ വേണ്ടിട്ട് പോകുന്നത് കായും കറിക്കൂല്ലേ. തോടുണ്ടാവും, നോക്കണം. ഇല്ല അല്ല, ഏകദേശം കൊല കൊത്തിയിട്ടുണ്ട്. അല്ല, വെള്ളം പൊത്തിട്ട് ഭയങ്കര ബാധിച്ചല്ലോ രാമേ. ഇതാ കൃഷി, വാഴ കൃഷിയാണിത്. ഇപ്രാവശ്യം വെള്ളം പൊന്തിയിട്ട് കൃഷിക്കാർക്കെല്ലാം ഭയങ്കര ബാധിച്ചു. അതല്ലേ അതെ, മൂത്തമ്മയാണ്. ചെറിയൊരു കറിയാക്കാൻ വെച്ചു. അപ്പൊ നമ്മള് രാധമ്മയാണ് നമുക്ക് വേണ്ടി കൊല. അതിന്റെ ഈ ചപ്പിലെല്ലാം കൊത്താതിക്കും. എന്നിട്ട് അടുത്ത് നടുക്ക് വെക്കും. നടുക്ക് എങ്ങനെ വെക്കും? അങ്ങനെയൊന്നും മാറ്റിയിട്ടില്ല. നല്ല മൂത്ത കൊല അല്ലേ? കുറച്ച് വണ്ണം വെച്ചിട്ടല്ലേ അമ്മേ? അത് വള്ളം കറി ഉണ്ടോ? അത് വെള്ളം വെള്ളം കിട്ടാത്തതിന്റെ പ്രശ്നത്തില് പിന്നെ മൂക്കാൻ പോയത് അല്ലേ? മല്ല നോക്കണം നിന്നോ. അതുകൊണ്ട് ഇങ്ങനെ ആയി. ചിലപ്പോ കൊലയൊന്നും ഒരു ശരിയില്ല. ഉഷാറില്ല അല്ലേ? കഴിഞ്ഞോലും ഇതേപോലെ തന്നെ അല്ലേ? വെള്ളം കയറിയിട്ട് പറ്റ പോയിന്. അങ്ങനെ കിട്ടീനല്ലേ? ഇപ്പൊ ആടെ കിട്ടീന്, പക്ഷെ ഈടിയില്ല. അത് ശരി. ഏകദേശം കൊത്തിയിട്ടുണ്ടല്ലോ കുറെ കൊത്തിയല്ലേ? കൊത്തി. അത് അന്ന് ആടെ ഒരു പത്തൊന്നുമില്ലേ, അത് മറ്റേ ലിണ്ടലി. അതായിട്ടല്ലേ? അത് ശരി. ഇതിനിപ്പോ റിന്റൽ വയ, അത് ഇതെല്ലാം 8 മാസത്തേക്ക് ഉളക്കുന്ന വയാന്ന്. ഇത് 8 മാസത്തേക്കല്ലേ? അത് 10 മാസത്തേക്കിലും ആയിട്ടാന്ന് പറഞ്ഞില്ല. അതായത് ഇനിയും വേണം 2-3 മാസം വേണമെന്ന്. ഒരു കൊല്ലത്തെ കൊല അത്. അപ്പോ രാധം ഏതാനും കൊല്ലാന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇവനെ നന്നാക്കുമ്പോൾ എടുക്കാം. വാ. ലച്ചു ഇങ്ങനെ ഉണ്ടാക്കിയാ ലച്ചു മതി. ഓക്കെ, ആ ബ്രോ കുരുമുളക് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുരുമുളക് കുറവുണ്ടായി. എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്.
കറിവേപ്പില സോറി ഗൈസ്. അപ്പൊ ഒന്നും കൂടി കരാമ്പലേക്കാണ് വെയിറ്റ് ചെയ്തത്. കരാമ്പല എത്തി. കരാമ്പല കൊണ്ടുവന്നിട്ട് ആരോഗ്യ കരിയാമ്പില എടുക്കാൻ ആളെ പോയിട്ടുണ്ട്. ഓക്കെ നമ്മളൊരു ബ്രൗൺ, ചെറിയ ബ്രൗൺ ഉള്ളി ഇത്രേ വരുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് അതിലേക്ക് എന്താണ് അത് കഴിക്കാൻ കിട്ടും. ഉടഞ്ഞു വീഴാൻ പാടില്ല. നമുക്ക് ഇതിലേക്കില്ല കുറച്ച് മസാല ഇടാം കേട്ടോ. കുറച്ച് ജീരകം ഇടാം. കുറച്ചേ വേണ്ട, ബാക്കി നമുക്ക് പിന്നെ നമ്മളെ മല്ലിപ്പൊടി, നമ്മളെ ഗരം മസാല അതിൻ്റെ ആ മസാലേൻ്റെ ആ ഒരു ചവർപ്പെല്ലാം പോകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരിഞ്ഞിട്ട് ഇതിലേക്ക് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കാം. അതാണ് മീനെ അതിനിടയിൽ അവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് അങ്ങനെ ചിക്കന് നല്ല മസാല ഒടിക്കുന്നുണ്ട്. ബാക്കി ലാസ്റ്റ് ഇടണം. അത് നമ്മളെ സ്വന്തം നിറ പറയണ്ടേ? നിറ പറയണ്ട, നല്ല അടിപൊളി ചിക്കനിൽ മസാല ഏകദേശം പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറഞ്ഞാല് പച്ചക്കായി നമുക്കിതിലേക്ക് എടുക്കുക. പച്ചക്കായി ഇട്ടതിന് ശേഷം പച്ചക്കായി ഇട്ടിട്ട് ഇത്രയൊന്നും കാണുന്നതിനൊന്നും ഉണ്ടായില്ല. വേകുമ്പോൾ എല്ലാം ഒന്ന് ഉറക്കി അവസാനം ഉപ്പെല്ലാം നോക്കാനത്ര അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട വേവിന് വേണ്ട വെള്ളമൊഴിക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട. കറി മസാല കുറച്ച് ടൈറ്റ് തന്നെ വേവാനില്ല, വെള്ളം മാത്രം മതി. കായിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അത്ര മതിയാവും. അപ്പം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് തിളച്ച് വിട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനും കായുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ പിള്ളേരുടെ മീൻ പിടിക്കുന്നുണ്ട്. എടാ എന്തായി മീൻ കിട്ടിയാ? കിട്ടുമല്ലേ? ഓക്കെ, പിടിക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ജീരകവും കയറ്റി കൊടുക്കാം. നല്ല ഏകദേശം ഇതായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് നമ്മളെ പിള്ളേരുണ്ട്, അവർക്ക് ആദ്യം നമുക്ക് പിള്ളേർക്ക് നമുക്കെല്ലാം തരുന്ന ടേസ്റ്റ് നോക്കാം. അപ്പോ നമ്മളെ ചിക്കനും കഴിക്കേ മീനോ നോക്ക്, ടേസ്റ്റ് നോക്ക്. വെച്ചെടുത്ത് കഴിക്കുമ്പോളാ പേടിക്കണ്ട, ചൂടില്ല കേട്ടാ. എങ്ങനെയുണ്ട്? നെച്ചു ചിക്കൻ്റെ പീസിൻ്റെ അടുത്ത് ഇരിക്കുന്നല്ലേ? ആ അപ്പൊ നമ്മളെ ചിക്കനും കായും എങ്ങനെയുണ്ടപ്പ? അപ്പം ലച്ചു ചിക്കൻ എങ്ങനെയുണ്ട്?
പരിപാടി ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റി. ഏകദേശം നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തിൽ ഏകദേശം നമുക്ക് വിചാരിച്ച ആൾക്കാരൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതൊരു മനസ്സിനൊരു സന്തോഷമാണ് നമ്മൾ. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം ഇനിയായിട്ട് മുന്നോട്ട് വരും. അതുവരേക്കും സൈനിങ് ഓഫ്.